പിങ്കി 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 എന്റെ കൃഷ്ണ നോമി എന്താ ഈ കാണുന്നേ പതിവില്ലാത്ത ഓരോരോ ശീലങ്ങളെ ശിവ ശിവ എന്തൊരു നിനക്ക് ഇത് പതിവില്ലാത്തൊന്നുമല്ല. അല്ല ഇങ്ങനത്തെ പതിവൊന്നും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. എടി ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ ഇവിടെ സാഹചര്യം എവിടുന്ന്? ഇവിടെ സാഹചര്യത്തിന് എന്താ കുഴപ്പം? സാഹചര്യത്തിന് എന്താ കുഴപ്പമെന്നാ? ഇപ്പൊ തന്നെ ഈ മോളിൽ നിന്ന് ഇറങ്ങി വന്നില്ലേ, ഞാനിവിടെ മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചോണ്ടിരിക്കല്ലായിരുന്നു. കടന്ന് പിങ്കി 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 എന്ന് വിളിച്ച് വെറുതെ എന്റെ കോൺസെൻട്രേഷൻ എന്തിനടി കളയുന്നേ? ഡി ഞാൻ വിളിച്ചതിന് കാര്യമുണ്ട്. നാളത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ, വിഷു ആണ്. അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടാ നിന്നെ വിളിച്ചേ. അത്രേ ഉള്ളൂ. ഇവിടെ പ്ലാനിങ് ഒക്കെ ചെയ്യാം. ആദ്യം പോയി ഞാൻ വല്ലതും കഴിക്കട്ടെ, എനിക്ക് നല്ല വിശപ്പ്. എന്നാ നീ പോയി കഴിക്കും, ഞാൻ റൂമിൽ കാണും. ശരി ശരി ശരി, പോ പോ. ഓക്കെ. വല്ല പോയി കഴിച്ചിട്ടേ. എന്റെ പൊന്ന് ഉത്തരങ്കോട് ഭഗവതി, ഇതാര് പണിയെടുക്കണത്? എന്റെ മോൻ ദുബായ് രാമ. ഇതല്ലേ പണിയെടുക്കുന്നത്? അച്ഛനൊരു വിചാരമുണ്ട്, അച്ഛൻ ഭയങ്കര അധ്വാനം, ഞാൻ ഒന്നും ചെയ്യൂലെന്ന്. അത് വേറെ തെറ്റിദ്ധാരണ കേട്ടാ. തെറ്റിദ്ധാരണ അല്ലടാ, ധാരണയാണ്. തുടങ്ങിന് അച്ഛൻ ഇപ്പൊ എന്തിനു വന്നത്? പത്രം വായിക്കാനില്ലേ? അപ്പൊ ഒരു 60 ഡിഗ്രി അങ്ങോട്ട് തിരിഞ്ഞിരുന്ന പത്രം വായിച്ചാണ്. ഓ എന്നെ നീ പഠിപ്പിക്കാനാ? മക്കളെ ഇതൊന്ന് തുടച്ചു വെച്ചാണ്. ഞാൻ പിള്ളേരുടെ സംസാരിക്കണ അച്ഛൻ എന്തിനാണ് ഇടപെടണത്? ഇത് കൊള്ളാല്ല. അച്ഛന് ഇപ്പൊ മരിക്ക് നിൽക്കാൻ പറ്റുമോ? ആ പത്രം ഒന്നാണ് ഇനി തന്നോ. ഞാൻ ഇതില് പോയി 2 റബ്ബർ ബാൻഡ് ഞാൻ കൊറിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മറുപടി ആയിട്ട് നല്ലൊരു പഞ്ച് ഡയലോഗ് അടിച്ച് പറയാൻ പോവാൻ എനിക്കറിയാം കേട്ടാ. ഒന്ന് പറയാത്ത നാളെ അല്ലേ വിഷു. ഓ അത് ശരി. മണ്ടനായ നിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു ഉപദേശിക്കാൻ ഞാൻ അത്ര വല്ല കിഴങ്ങനൊന്നും അല്ല കേട്ടാ. അവൻ കൃഷ്ണനെ തുടച്ചോണ്ടിരിക്കുന്നു. കണി കണ്ടോണ്ടിരി. എന്റെ അമ്മയാണ് ഇങ്ങനെ ഞാൻ ഈ കണി കാണിക്കില്ല. നമ്മളെല്ലാരും കണ്ടിട്ട് ഞാൻ ഇതെടുത്ത് മാറ്റും. ഇതെടുത്ത് മാറ്റുമോ? എന്നിട്ട് ഞാൻ ഒരു കൊരകനെ വെച്ചു കൊടുക്കും. എവിടെ കൊരകനയക്കുന്ന? ഞാൻ എന്നും കൊരകനല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. ഓടായിടുച്ച് അവിടെ ജോലിയും ചെയ്യിപ്പിക്കല്ലേ കേട്ടാ. ചെയ്യിപ്പിക്കല്ലേ, എന്റെ കൈക്ക് വെട്ടി കൊടുക്കണം. അപ്പൊ എന്നെ ഭരിക്കാൻ വേണം. രണ്ടും കൊള്ളാം. രണ്ടും കൊള്ളണ്ട, ഇങ്ങനെ മാത്രം കൊള്ളിച്ചാ മതി. നീ എന്തോടാ കൂട്ടൻ അങ്ങനെ വിളിച്ചോ? ഞാൻ പോണം. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു പോവാൻ. കൃഷ്ണ മണി, മണിയേ നീ വാ. നീ എന്തെടുക്ക? എടി പിള്ളേരെവിടെ? അവിടെ ഓരോരുത്തരായിട്ട് കണി ഒരുക്കുന്ന തിരക്കില്. വിളിക്ക് മക്കളെ. പച്ചക്കറി എന്ത് സാധനങ്ങളൊക്കെ ആയിട്ട്. എടാ ഞാൻ ഒന്ന് വീട് വരെ പോയിരുന്നു. വീട്ടിൽ പോയി അച്ഛമ്മയെ കാണാൻ പോയാ? എന്തോ ഒരു വാക്ക് പോലും പറയാത്ത ഞങ്ങളെടുത്ത്. എന്റെ മോളെ പ്ലാൻ ചെയ്ത് പോയൊന്നുമല്ല. അമ്മ പറഞ്ഞു നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പം എന്താ അമ്മ കുറെ പച്ചക്കറിയൊക്കെ തന്നിട്ട് വിഷുവിന് കണി വെക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ട്. വീട്ടിലെത്തിയാ പിന്നെ കുറച്ച് വാങ്ങിച്ചതൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പാറയുടെ സൈഡിൽ അമ്മ. അപ്പൊ ഇവിടെ ഇരി, കണ്ണി വാങ്ങിയതായി. ഇത് പച്ചക്കറി സ്വർണ്ണവും പണ്ടമൊക്കെ. പച്ചക്കറി മാമ. പച്ചക്കറി സ്വർണ്ണം പറഞ്ഞോ? എനിക്കറിയാം. ചോദിച്ചെന്തിന്? അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞോണെങ്കിൽ ചോദിക്കാം. അറിഞ്ഞോച്ചോണ്ട് ചോദിക്കണം എന്തിന്? എന്തൊരു ആവശ്യത്തിന് ഇത് ആവശ്യമില്ലാതെ മാമ കുറച്ച് പച്ചക്കറി ഞാൻ കൊണ്ടുവന്നത്. കണി കഴിക്കാനൊക്കെ കൊടുത്തു വിട്ടത്. കണി കഴിക്കാനാ?
അല്ല ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇനി മലക്കറി കട വല്ലതും തുടങ്ങാൻ പോകണം വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുള്ളൂ. ഇത് കണി വെക്കാതെ മലക്കറി കട തുടങ്ങാനല്ലത്. എനിക്ക് ബാങ്കിൽ ജോലിയുണ്ട്. ഇത് നമ്മള് അത് തന്നെ അത് ചിന്നു പറിച്ച് വിട്ടത്. എന്താണ്ട് ഉണ്ണി നീതിക്കുന്നില്ല. മാമ അത് തന്നെ ചിന്നു പറിച്ച് തന്നത്. അത് കണ്ടറിയാം അതല്ലേ. അതൊക്കെ നോക്കി വെച്ചേക്കണല്ലേ. 4 പേരെ കൂട്ടത്തിൽ കണ്ട നമ്മൾ അറിഞ്ഞൂടെ, പക്ഷെ കപ്പയ്ക്കൊക്കെ അറിയാം. കണി വെക്കാനൊക്കെ കേട്ടെ. അതെ, നമുക്ക് ഇതെല്ലാം കൂടി കണി വെക്കണോ? കൊറേ ആവൂലേ? ഉരുളിക്കകത്ത് കൊള്ളൂ? കുറച്ച് മതി അമ്മ, ബാക്കി കറി വെക്കാനായിട്ട്. കുറച്ച് സാധനങ്ങൾ ആവശ്യമില്ലാത്തത് കൊടുത്ത് ഒരു പഴയ കുക്കറും കൂടെ കൊടുത്ത് ട്യൂബും കൂടെ കൊടുത്താൽ മതി, വേറെ ആൾക്കാർക്ക് ഉപയോഗപ്പെടും. തോന്നി രാമ ഇത്. അതെന്താന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്, മനസ്സിലായി. ഒന്നും അറിഞ്ഞൂടാ പാവം. കണി വെക്കാനുള്ള സാധനങ്ങളെ നമുക്ക് മാറ്റി വെക്കാം. അടുക്കളയില് കറി വെക്കാനുള്ള കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അമ്മ ഹെൽപ്പ് ചെയ്യും. ഈ ക്യാരറ്റും ഒക്കെ എടുത്തിട്ടേ. ക്യാരറ്റ് ഒന്നും വേണ്ട, കണി വെക്കില്ല. അത് ഇംഗ്ലീഷുകാരന്മാരെ ടൈപ്പായി പോയി. അങ്ങനെ കൊണ്ടപ്പോ അച്ഛൻ ചുമ്മാ അങ്ങനെയൊന്നുമില്ല. പിന്നെ മോഡലാണത് ക്യാരറ്റ് ഇംഗ്ലീഷ് മോഡലോ? പിന്നല്ല വെച്ചാൽ വേറെ വേണ്ട. അത് വെള്ളരി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കണി വെക്കാം. അല്ലാതെ ക്യാരറ്റ് ഒന്നും ആരും കണിയൊന്നും വയ്ക്കൂല. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഇക്കൊല്ലം വിഷുവിന് വിഷമില്ലാത്ത പച്ചക്കറി കണി വെക്കാം. എല്ലാത്തിനും കൂടെ ഉണ്ടല്ലോ. അപ്പൊ മക്കളെ ഹെൽപ്പ് ചെയ്യും. അടുക്കളയിൽ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി. ഇതൊന്നും കണി വെക്കണ്ട, ഇത് വെക്കാം, ഇത് വെക്കാം. നിനക്ക് ഈ വിഷു എന്തോന്ന് അറിയാമോ? വിഷു? അതായത് വിഷു എന്ന് പറഞ്ഞാൽ സിംപ്ലൈസ് റെപ്രസെന്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹാർവെസ്റ്റിംഗ് ആണ്. മനസ്സിലായി? നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. എന്ത് വെക്കാം? അപ്പൊ നമുക്ക് ഇത് കൂടെ എടുത്ത് വെച്ചോളൂ. ക്യാരറ്റ് പ്രത്യേകിച്ച് വെച്ചോളൂ. അത് എന്തായാലും വെക്കണം, ഫ്രണ്ട് വെക്കണം. ഞാൻ ആലോചിക്കാൻ വെക്കണോ വേണ്ടത്? ആൾക്കാർ പറയുമ്പോ കേക്കണേ. അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ ഒരു ക്യാരറ്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ട, നിങ്ങൾ പോയി. ഒരു മാങ്ങ കൊണ്ടുപോയി മാങ്ങ വെക്കണം. അല്ല ഇത് പോരാ, ഇത് ഒരുമാതിരി ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഞെട്ടൊക്കെ കുടിച്ചു കളഞ്ഞ മരോടെ കൊണ്ടുവരണ്ട. നിങ്ങൾ എന്തിനാണ് മാമ്പറ ഇതിന് എരിയൊക്കെ വേണം, നെറ്റ് കുടിക്കാതെ കൊലയായിട്ട് വെക്കണം. പിന്നെ അത് സംഘടിപ്പിക്കാം. ഇത് വെക്കണ്ടേ? മാവിലുണ്ടല്ലോ ഇഷ്ടം പോലെ കിടക്കുന്നത്, അതിന് ദാരിദ്ര്യം കാണിക്കണ്ടല്ലോ. ഈ വാങ്ങാൻ കൊണ്ടുവരാം. ഇതിലിട്. ഇതൊക്കെ എല്ലാം കൂടെ എടുത്തോണ്ട് പോകും. എല്ലാം എന്റെ കൈ കൊള്ളൂല. കഴുകിക്കൊണ്ട് കണി വെക്കണേ. ഞാനും വരാം. ഓ ഇതിന് മാമ എപ്പോഴും അവന്റെ ഇങ്ങനെ ചാടി കയറും. പറഞ്ഞാ ക്യാരറ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നെ. മാമ ഇംഗ്ലീഷുകാരുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഇപ്പം പച്ചക്കറികളുള്ള എല്ലാ ഐറ്റങ്ങളും എല്ലാം വെക്കും കണിക്ക്. ഫ്രൂട്ട്സും പച്ചക്കറിക്കും. അതിപ്പോ നമ്മള് വീട്ടിൽ വളർത്തുന്ന സാധനമാണോ? എല്ലാത്തിനും അവന്റെ കയറി. അത് ഞാൻ പറഞ്ഞെന്ന് പറ്റോ? അവൻ ഇങ്ങനെ കാണിക്കാവോ? ക്യാരറ്റ് എടുത്ത് എന്റെ കയ്യിൽ തന്നെ. മാമന്റെ അല്ലേ മോൻ, അവ അതല്ലേ പറയുള്ളൂ. ഇവ ശരിയാവൂല അവൻ. ഇവ അങ്ങേയും കറങ്ങി നടന്ന് എപ്പോൾ നോക്കിയാലും എന്നെ കുറ്റം പറയാനേ അവനക്ക്. അയ്യോ മാമ അങ്ങനെയല്ല, അവൻ സ്നേഹമുള്ളവനാണ്. മാമ ഇല്ലാത്തപ്പോ മാമന്റെ കാര്യങ്ങളാണ് പറഞ്ഞ് വിഷമിച്ചായിരിക്കുന്നത്. അറിയോ, ഒരിക്കലും മാമന് എന്തോ പനിയോ എന്തോ വന്നില്ലേ, അവൻ ഇവിടെ നിന്ന് സങ്കടപ്പെട്ടു. എന്തൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞു 2 ദിവസം ഇല്ലടാ. ഇല്ലല്ല, അച്ഛന് സുഖമില്ല, പോവാണെന്ന് ഞാൻ ഓർഡർ പോയിക്കളഞ്ഞു. ഇതും പറയും അപ്പുറവും പറയും. എന്നെ കാണുമ്പോ കടിച്ച് തിന്നാലേ ഇവൻ നിൽക്കുന്നത്. അങ്കിളെ എന്തോ കാണിക്കാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോണേ? മാങ്ങ കൊലയായിട്ട് കിട്ടണ്ടേ? ഇത് ചെറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടൂല. ഒറ്റ ഇറക്കി 4 എണ്ണം വീഴും. ആവശ്യമില്ല. കൊലയോടല്ലേ തൂക്കിയിടേണ്ടത്. കണി എങ്ങനെയല്ലേ വെക്കണ്ടേ? എനിക്ക് പോയി തോട്ടെടുത്തുണ്ടോ? തോട്ടയോ? അതെന്തോന്ന് തോട്ടം പറഞ്ഞൂടി. തോട്ടം പറയാ. ഈ തോട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എറിഞ്ഞ ഈ ബോംബ് പോലെ പെടുന്ന സാധനല്ലേ? ഇച്ചിരി കാര്യമാണ്. എന്നാ അതല്ല, ഇത് കമ്പനി എടുത്ത് വേറെ ഡിങ്കി വെച്ച് കെട്ടൂലേ, നമുക്കിങ്ങനെ തോണ്ടി വലിക്കാൻ പറ്റണം. എടി ഒരു വലിയ കമ്പനി എടുത്ത് ഇങ്ങനെ ഒരു സാധനം, ഒച്ച സാധനം വെച്ച് കെട്ടും. അപ്പൊ അതറിയാമോ? അതിന്റെ പേര് തോന്നുന്നു തോട്ടി. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞെടുത്തോണ്ട് എടുത്തോണ്ട് വാ. പോ. അവിടെ ഇല്ല സാധനങ്ങൾ കെട്ടേണ്ടി വരും. നീ പോയി നോക്ക്. അയ്യോ, ഈ കൊലോടെ എന്തിനാണ്? ഇത് മതിയോ? ഈ കമ്പ് മതിയായിരിക്കോ? അത് മതി. ഇത് മതിയോ? എന്റെ അറ്റത്ത് ഇങ്ങനെ കെട്ടണ്ടേ? കെട്ടാൻ സാധനം എടുക്ക. അത് പിടി അങ്ങോട്ട് വന്ന് ആരെങ്കിലും. അറ്റത്ത് വെച്ച് കെട്ടാനാ അത്? ഓ ശരി തന്നെ. ഇങ്ങനെ കേട്ടാ അത് തന്നെ, അങ്ങനെ കേട്ടാ. അതൊന്നും ആയില്ല, അത് പറിക്കണ്ട.
ഇതൊക്കെ കിട്ടിയോളൂ. ഇത് വെച്ച് എങ്ങനെയെങ്കിലും കെട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കെട്ടി ഒപ്പിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ ഇതിനൊരു ഇറുക്കിലായിരുന്നു ഈ കമ്പി കറക്റ്റ് ആയിട്ടിരുന്നേ. അത് കെട്ടാനായിട്ട് ഇത് നീ എന്തിന് കാക്കയെ കൂടെ ഉണ്ടാക്കി കൊണ്ടുപോകണ സാധനം ഇത് ഇവിടെ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യാൻ? കഷത്ത് കൊണ്ട് കയറുമല്ലോ ഇപ്പൊ കൊണ്ട് പോണേ. ഇറുക്കി കിടണേ അവസാനം ഇല്ലെങ്കിൽ മൊട്ടത്തലയിൽ ഈ സാധനം വന്ന് വീണ് കഴിഞ്ഞാൽ അയ്യോ. നിന്റെ കൂടെ കയറ്റ്. ഇനി ഇത് മുള്ളു. ഇതാ ഞാൻ ഒന്നും പറഞ്ഞല്ലോ, ചെയ്. നീ കെട്ടുപണി അങ്ങോട്ട് വായി നോക്കിക്കൊണ്ടിരിക്കണം. അത് തന്നെ എന്തു അടി കണ്ടോ കൊറേ കെട്ടുകമ്പി കൊണ്ടുവന്നേക്കണ്. ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഏതാ കാക്കക്കുട്ടി പോയി എടുത്തോണ്ട് വന്നത്. ഓ ഒരു വരല് ഞാൻ കെട്ടേ ഇല്ല. പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് കേട്ടാ പറഞ്ഞു. പിന്നെ നീ കെട്ടു കെട്ടു. വെറുതെ ഉണ്ണിയപ്പോ ഓരോന്ന് പറയണം. ഉണ്ണിയപ്പോ ഉണ്ണിയപ്പോ അല്ല ഉണ്ണിയപ്പു. ഉണ്ണിയപ്പു അതോ സിനിമയിൽ അലിയ പൂന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ണിയപ്പോ ഇതാണല്ലോ. അതും അങ്ങനെ പേര്. ഇതാണോ പേര്? എവിടെ കൊലയോടെ പറിക്കണേ? നിക്ക് എവിടെ വീട് ചതഞ്ഞു പോവും. ആ ശരിയാണ്. ഇതാ പിടി. ഇതൊക്കെ എന്റെ എല്ലാം വേണം ഉന്ന. അങ്ങനെ ഇതിലോട്ട് വീഴ്ത്തല്ലേ ചെയ്യണത്. ഇത് ഭരണത്തോട്ട് അത് വെച്ച് പിടിക്കാണ് വേണ്ടത്. അങ്ങനെ പറയാം. വാങ്ങാന്ന് കാണണില്ല. എവിടെ മാങ്ങ നിങ്ങൾ ഇത് കണ്ടു കുറച്ച് നമുക്ക് അതെടുത്താലോ? ഒന്നില്ല. അയ്യോ വെറുതെ പോയി. ഓരോന്നോരോ കുത്തിയിടാനാണെങ്കിൽ പിന്നെ കൊല 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 മുന്തിരിങ്ങ ചെമ്പേ റോസ്. നീ അങ്ങ് പോയിന്നില്ല. ഏത് പിടിച്ചിരിക്കുന്ന ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊലയോടെ പറിക്കേ. കൊലയോടെ പറിക്കാ അത് ചെറിയ കണ്ണി മാങ്ങ. ആ അത് തൂക്കിയിടാ. അറിയോ നിങ്ങളെ? നമ്മളെത്തിയില്ല. അയ്യോ ഇത് മിക്കവാറും എന്റെ തലേ വീഴും. എല്ലാ ഇലയും വേണം. പക്ഷെ ഒരു മാങ്ങ മാങ്ങ വേണം. എടറി എവിടെ നടക്കൂല. ഇത് ഇങ്ങനെ പിന്നെ എന്റെ ദൈവമേ. ഇത് കണിക്കല്ലേ മാങ്ങ? കണി വെക്കാനല്ലേ അങ്ങളോട് അങ്ങളെ പരിപാടി ആവശ്യമുള്ളൂ. പിന്നെ 2 കിലോ വാങ്ങിയ ഇപ്പൊ പിടിയടി അവിടുന്ന്. മണി ശരിക്കും പറഞ്ഞതാ ഇതൊന്നും വെച്ചല്ല തേക്കേണ്ടത്. ശരിക്കും നമ്മൾ ഈ ക്ലാവൊക്കെ പോണമെങ്കിൽ നമ്മൾ പുളിയും ചാമ്പലും അതുപോലെ തന്നെ ഉപ്പും കൂടെ ഇട്ടു ഈ തൊണ്ട് വെച്ചു അരയ്ക്കണം. അമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മ മാത്രമൊന്നല്ല എല്ലാരും തുടക്കണേ. അല്ല ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണല്ലോ. തൊണ്ടുണ്ട്, പുളിയുണ്ട്, ചാമ്പല് മാത്രമേ ഇല്ലാതെ ഉള്ളൂ. കുറച്ച് പുളി ഉപ്പും കൂടെ ഇട്ട് ചെയ്തൂടെ? പോയി അവിടെ എടുത്തോണ്ടോ. ഇത് പറഞ്ഞ അപകടമല്ല. നീ വന്നപ്പോൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോണ്ടോ? ഞാനല്ലോ. ഏതായാലും ഭയങ്കര ജോലിയിലാണല്ലേ. ഞാൻ നല്ല ഇറുക്കി തേര്. അത് നല്ലോണം വിളിക്കട്ടെ. മൊത്തത്തിൽ ഒന്ന് അനങ്ങട്ടെ. ആ മാമൻ പണി തരണല്ലേ. ഒരു സത്യം പറയട്ടെ മാമ, ഞാനൊരു സത്യം പറയട്ടെ. എന്തോന്ന്? ഈ വീട്ടിലെ ഇപ്പൊ ജോലി ഒന്നും ഇല്ലാതെ നടക്കണ ഒരേ ഒരാളേ ഉള്ളൂ. മാമൻ തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. സംഭവം രാമൻ നിങ്ങളുടെ മോനൊക്കെ ശരി തന്നെ. പക്ഷെ എന്തിനാണ് അവനെ വേദനിപ്പിക്കുന്ന പറ്റിയില്ല? എപ്പോഴും ഇങ്ങനെ പറഞ്ഞ അവൻ എങ്ങനെ ഒരു ദേഷ്യം പിടിപ്പിക്കുന്ന എന്തിനാണ് മാമ? അവൻ 100 രൂപക്ക് ഇവിടെ കിടന്ന് കണ്ടില്ലേ? വീട്ടിൽ ഇറങ്ങി ഒതുങ്ങി നിൽക്കൂല, ഒരു ജോലി ചെയ്യൂല. ഇവിടെ വന്നു അവിടെ ഓടി ഇവിടെ ഓടി അങ്ങോടി. എന്തൊരു ചെറുക്ക ഇത്. അതുകൊണ്ടാണ് ഞാൻ അവനെ കൂടെ വില കുറഞ്ഞത്. അല്ലാതെ സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല. അടിയിലും കൊണ്ട് തേക്കണേ നന്നായി. വിഷുവിന് കൈനീട്ടൊന്നുമില്ലേ? മാമ വിഷു നാളെയല്ലേ? അത് ഇങ്ങനെ എടുത്ത് വെക്കണ്ടേ? എടുത്തു വെക്കാൻ എന്തോന്നു? വിഷു കൈ നീട്ടല്ല, കൈ നീട്ടി കൊടുക്കാൻ അല്ലേ? കൈ നീട്ടി ഇങ്ങനെ അതല്ലേ? എന്തോന്നു മാമ ഇതൊക്കെ? മാമാ നാളെ കൊറേ കൈ നീട്ടം കിട്ടും. അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കുപ്പി ഒന്ന് വാങ്ങിച്ചു കളയല്ലേ? ഉറപ്പാണോ? ഇല്ലല്ലേ കുടിച്ചാലും എന്റെ നോക്കണേ. ഈ വിഷുവോട് കൂടി എന്റെ വെള്ളമടി നിർത്തി. കറക്റ്റ് ആയിട്ട് കഴിഞ്ഞ വിഷുവിനും അതിന്റെ മുമ്പിലത്തെ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ലോക ജലദിനത്തിന് പോലും മാമ ഇത് തന്നെ പറഞ്ഞത്. വെള്ളമടി നിർത്തി. മതിയണ്ണ ഇവിടെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കണ.
ഇത് കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് വെക്കേ. ഓ ഇത് കഴിഞ്ഞില്ല, അത് തീർന്നു. തീർന്നു. മിനിക്ക് ഇത് കൂടെ മിനിക്ക് ഇത് കൂടെ ഉള്ളൂ. വെള്ളം എടുക്കട്ടാ. ഓ ഇവെന്തിരി ചെയ്തോണ്ടിരുന്ന നീ ഇവിടെ എന്തിരി ചെയ്തോണ്ടിരുന്നു? ഞാൻ കമ്പ്യൂട്ടറിൽ കുറച്ച് അനുഭവത്തിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത്? എടാ ഇവിടെ ഇവര് ജോലിനെ നീ കണ്ടിരുന്നു? ഇല്ല. നിനക്ക് ഇങ്ങോട്ട് ഇവർക്കൊന്ന് സഹായിച്ചു കൊടുക്കൂടെ? അവൻ വഴക്കം പൊക്കെ പിടിച്ചോളൂ പോണേ. എവിടെ മാമ ഇവിടെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കല്ലേ ഞങ്ങള് എവിടെ? കണി ഒരുക്കാൻ വേണ്ടി അവിടെ. ഓ, അവിടെ കനിവൊരുക്കണത് ഓ. അത് പറയണ്ടേ? ആ അവൻ അച്ഛൻ കമ്പ്യൂട്ടർ വിചാരിച്ചു ഞാൻ കളിക്കുള്ള പോണം അല്ലേ? തോന്നിയത് രണ്ടും കൂടെ തുടങ്ങി. മാമ ഇവിടെ കഴുകാൻ ഞങ്ങളുണ്ടല്ലോ, കഴി പോവാം. നീ അതുകൊണ്ട് തന്നാണ്. തുടക്കണ്ടേ? അയ്യോ ഇല്ല, വെയിറ്റ് ഉണ്ടേ. ആ വെയിറ്റ് മനസ്സിലായി. കുറച്ചില്ല. അത് പായസം വെക്കാൻ ഉരുളി. കണി വെക്കാൻ ഓ, അത് ഉരുളി ഉരുളിയിലാണ് കണി വെക്കണത്. ഉരുളിയാണ് വെക്കുന്നത്. എന്റെ മാമ എല്ലാം മറന്നുപോയി മക്കളെ. എന്തോ ഓ, ഇവ എങ്ങനെ കണി വെക്കണമെന്ന് ഞാൻ നോക്കട്ടെ. നാണ്ടവോ എന്റെ മോനല്ലേ? അവിടെ പോയി അവന്റെ പുറകെ നിന്ന് ചൊറി. ഇനിയിപ്പോ അവന് ദേഷ്യം വരും. എറിഞ്ഞു പിടിക്കും, കളിക്കില്ല. സീരിയസ് ആയിട്ട് ഭഗവാന് വേണ്ടി ചെയ്യണ കാര്യമാണോ? ഡേയ്, ഇതോടെ വലിയ സാധനങ്ങളൊക്കെ ഈ നിരത്തി വെക്കും. വിഷു കഴിഞ്ഞാ ഉണ്ടല്ലേ ഉടനെ ചൂടങ്ങ് കുറയും. നോക്ക്, അത് കഴിഞ്ഞാൽ ഉടനെ കൊണ്ട് കയറും മഴ. അത് മാമൻ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ എന്തൊരു ചൂട് സഹിക്കൂല. പുറത്തിറങ്ങിയോണ്ടല്ലോ തൊലിയൊക്കെ പൊള്ളിപ്പോവും. അത് ഡേയ്, ഈ സൂര്യനും ഭൂമിയും കൂടെ നേർക്ക് നേർ നിൽക്കുമ്പോഴാണ് ഈ വിഷു എന്നൊരു സംഭവം കൂടെ ഉണ്ടാവണത്. മനസ്സിലായി? അച്ഛാ, നമ്മൾ ഈ വിഷുക്കണി ഒഴുക്കുമ്പോഴേ അതിന്റെ കൂടെ സ്വർണ്ണ കോയിനും കൂടി വെക്കണ്ടേ? സ്വർണ്ണക്കോയിന് വെക്കണം എന്നാണ്, പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേണം സ്വർണ്ണ വേണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ 5 രൂപ തൊട്ട് വെച്ചാൽ മതി. 5 രൂപ എന്തെങ്കിലും കോയിൻ വെച്ചാൽ മതി. നാണയം വെക്കണം, അതാണ്. ഡേയ്, ഈ മനുഷ്യനും കൃഷിയുമായിട്ടുള്ള ആ ബന്ധുവാണ് വിഷു. മനസ്സിലായി? അതായത് ആ, സമൃദ്ധിയും നിറവും. ആ, തന്നെയുമല്ല, ഈ വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രകൃതിയിൽ നമ്മൾ ആരാധിക്കുന്നതാണ്. അത് പറയാൻ ഞാൻ ഒരു കാര്യം പറയാം. ഈ 1-ാം തീയതി ചോറും ചില വീടുകളിൽ ആൾക്കാരെ പിടിച്ചു കിട്ടും. ഇതെന്തറിയാം, അവര് ഒരു കണി കാണാൻ പോലെ എന്നിട്ട് അവര് വന്ന് കയറിയാൽ 1-ാം തീയതി വീട്ടിന് ഐശ്വര്യമാണ്. അതേപോലെയാണ് ഇത്. എന്റെ വീട്ടിന്റെ അടുത്ത് മാസം 1-ാം തീയതി ആകുമ്പോ ഞാൻ പോണം. ഏത് വീട്ടില്? എന്റെ വീട്ടിന്റെ കടമാചാരം തിരിച്ചു വയ്ക്കാൻ വന്നായിരിക്കും. ചുമ്മാ ആടാ ഈ എനിക്കറിയില്ല വൈകിട്ട് വീട്. മണ്ണല്ലേ അവിടെ എന്നെ വിളിക്കും. എന്നെ വിളിക്കുന്നല്ലേ വരാൻ പറയും തലേ ദിവസമേ. നാളെ 1-ാം തീയതിയാണ് വരണം. 10 രൂപ അവര് ദക്ഷിണായിട്ട് മനസ്സിലായി? കൊച്ചിലത്തെ കാര്യം. കൊച്ചിന് ഒന്നാം തീയതി ഇരിക്കാൻ പോണെന്ന് പറയും. 1-ാം തീയതി തന്നെ പോ. ചേട്ടാ ഇതല്ല. എടാ, ഒരു ദിവസം ഞാൻ പോയില്ലടേ. എന്റെ അമ്മച്ചി ജാപന ഒരുത്ത അതിനകത്ത് ചെന്ന് കയറി അവിടെ ആടിയും കിളവൻ പെട്ടോത്തി എടുക്കണ്. ദിവസം ആടി അപ്പൊ അവർക്ക് മനസ്സിലായി എന്റെ ഐശ്വര്യം. അവർക്ക് മനസ്സിലായി. ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവും. എടി അങ്ങനെയല്ല മോളെ, അങ്ങനെ ഉണ്ട് ചില വീടുകളിലൊക്കെ ചില ഐശ്വര്യമുള്ളവർ വന്ന് ഞാൻ മാസം മൊത്തം നന്നായിരിക്കും 1-ാം തീയതി കയറുന്ന അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ 1-ാം തീയതിയൊക്കെ വല്ല വീട്ടിലും ചെന്ന് കയറുമ്പോ ഉണ്ടല്ലോ, സൂക്ഷിച്ചേ. കാരണം വിശ്വാസമുള്ള ടീമാണെങ്കിൽ ആ മാസം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ 1-ാം തീയതി കയറി വന്ന ആളുടെ തലയിലിരിക്കും എല്ലാം കൂടി. തീർന്നു. അങ്ങനെ കളിയാക്കണ്ട. അങ്ങനെ ഇരുന്നവനാണ് ഞാൻ. അതെ, ആ വീട്ടുകാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് ചേട്ടത്തി. എന്റെ ഒരു വീട്ടുകാരൻ നീ 1-ാം തീയതി എങ്ങനെ കാര്യം ഇരിക്കും? പറ. നീ 1-ാം തീയതി എങ്ങനെ ഇരിക്കും? ഞാൻ പോകില്ല. 1-ാം തീയതി തൊട്ട് 3-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ പോകുള്ളൂ. അതെ, പച്ചക്കറിയും പഴവും മാത്രം പോരാ, തുണി വേണം. സ്വർണ്ണ ആഭരണം ഉണ്ടെങ്കിൽ സ്വർണ്ണ നാണയത്തിന്റെ ഏതെങ്കിലും ആഭരണം നമ്മളെ കമല മാല എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി. തുണിയാണ്. ആ പുതിയ വസ്ത്രങ്ങൾ മോളെ. സെറ്റ് മുണ്ട് വെച്ചാൽ മതി. നല്ല ഫ്രഷ് ആയിട്ടുള്ള സെറ്റ് മുണ്ട്. പുസ്തകങ്ങൾ വെക്കണം. ഗീത രാമായണം ഒക്കെ വെക്കണം. ഈ പുസ്തകം വയ്ക്കാൻ മറ്റേ വിദ്യാലയത്തിൽ എല്ലാം നല്ല ഒരു കാര്യം. പാത്രത്തില് കുറച്ച് ഉണ്ണിമാമനെ കൂടെ വെച്ചാലോ? പാത്രത്തിൽ ഉണ്ണിയപ്പം വെച്ചാലോ? ഉണ്ണിയപ്പം കിണ്ണിയപ്പം ഒന്നും വേണ്ട. അവിടെ ആ പാത്രത്തിൽ പൈസ 100-ന്റെ നോട്ടൊക്കെ അടിക്കുക. നിനക്ക് വല്ല നോട്ട് കാര്യം പിറ്റേ ദിവസം കാണില്ല. അതൊക്കെ അടിക്കായിട്ട് വയ്ക്കണം. അതൊക്കെയാണ് നമ്മുടെ കണി കാണാം. ആ പൂ വെക്കണം ഏറ്റവും മേളില്. പോവാ കണിക്കൊന്ന അത് ഫ്രണ്ട് വെച്ചേക്കല്ലേ ഇലയിട്ട്. അങ്ങനെ നമ്മുടെ കണിയൊക്കെ അടിപൊളിയാവും കേട്ടോ. ഇതും കൂടെ അങ്ങോട്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും. കണി എന്ന് വെച്ചാ ബെസ്റ്റ് കണി കഴിഞ്ഞ വർഷത്തെയായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഉണ്ണിമാവന്റെ ഒരു നല്ല ഉഗ്രം കണി കിട്ടി. നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അണിയിച്ചൊരുക്കിയ കണിയായിരുന്നു. ഇതൊന്നടിയത്. ഞാൻ പറഞ്ഞുതരാം. അതെ, വിഷുവിന്റെ തലേദിവസം മാമ ഇവിടെ ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ മാമ അടിച്ച് പിമ്പിരി. വിഷു എന്നുള്ള ബോധമൊന്നുമില്ല. രാവിലെ വെളുപ്പം കാലത്തെങ്ങാണ്ടായപ്പോ മാമന് നല്ല ദാഹിച്ച് 4-4:30 ആയി കാണും. മാമൻ വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലെത്തി. അപ്പോഴാണ് എന്നിട്ട്
ഭക്ത മോനെ ഭക്ത ഭയപ്പെടരുത്, ഇത് നോം തന്നെയാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണൻ. നമ്മെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേരാണ് ഉണ്ണി. അതാണ് നിന്റെ അച്ഛനും അമ്മയും നിനക്ക് ഇട്ടിരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നീ അവരുടെ വാക്കുകൾ കേൾക്കാതെ ഇരിക്കരുത്. മനുഷ്യരിൽ എല്ലാവരും കൃഷ്ണൻ വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ ഉള്ളിലും നോമുണ്ട്. അതുകൊണ്ട് വിഷുക്കാലമാണ്, മര്യാദയ്ക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, കേട്ടല്ല? നിന്റെ സോമരസ പാനി ഇച്ചിരി കൂടി വരുന്നു. ഭക്ത, വെള്ളമടി അത് കൂടി വരുന്നു, നിർത്തണം. മഹാബലിക്ക് അങ്ങൊരു വരം കൊടുത്തിരുന്നല്ലോ. മഹാബലിക്ക് അതേപോലെ എനിക്കൊരു വരം തരാമോ? വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ കഴിക്കാൻ. അങ്ങനെ എങ്ങാനും സംഭവിച്ചെന്നെങ്കിൽ ഞാൻ അറിഞ്ഞ വാമനായിട്ട് വന്ന് പാതാളത്തിൽ ചവിട്ടായിരുന്നു, കേട്ടല്ല? അയ്യോ, ശരി ഭഗവാനെ. ഭഗവാനെ, ഞാൻ വെള്ളമടി നിർത്തി. അങ്ങ് പറഞ്ഞു കേട്ടത് ഇതോടുകൂടി വെള്ളമടി അടിക്കില്ല. നല്ലത്. അങ്ങേരെ ദർശനം കിട്ടിയത് ഞാൻ മഹാഭാഗ്യവാനാണ്. താങ്ക് യു, താങ്ക് യു. ഇംഗ്ലീഷാ ഭഗവാൻ സംസാരിക്കുന്നത്? എന്ത്? നോം സർവ്വവ്യാപിയാണ്, ഇംഗ്ലീഷ് അറിയാം. ശരി, ഇനി നിന്ന് താളം ചവിട്ടാതെ പൊക്കോ. പോട്ടാ ഭഗവാനെ. ഭക്ത, ഭഗവാന്റെ ദർശനം കിട്ടിയത് വളരെ പുണ്യം. പങ്ക നീയാണ് ഈ വേഷം കണ്ടിരിക്കുന്നത് അച്ഛൻ മനസ്സിലായേ ഇല്ലേ? മനസ്സിലായി കാണൂല, പിന്നെ തലേ ദിവസത്തെ ഹാങ് ഓവറും കാണുമല്ല. എന്റെ അമ്മോ, ഇതുപോലെ ചിരി അടക്കി പിടിച്ച ഒരു സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ വേറെ ഉണ്ടായിരുന്നു. അതിന്റെ ആ ക്ഷീണം എപ്പോഴും ഉണ്ട് കേട്ടോ. മതി മതി മതി, എല്ലാരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. നിങ്ങൾ എല്ലാരും ഉറങ്ങിയിട്ട് വേണം എനിക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ചെല്ലു. കേട്ടോ അമ്മേ എന്നറിയണം.